അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണായിട്ട് ഞാൻ രാവിലെ തന്നെ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഏകദേശം 9:30 കഴിഞ്ഞ് 10 മണി പറയും. അപ്പോഴാണ് ഞാൻ അമ്പലത്തിൽ പോണത്. ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വേണം പറയാനായിട്ട്. രസമില്ല ഗൈസ്. ഞാൻ അമ്പലത്തിൽ പോയിട്ട് കാണിച്ചു തരാമേ. ബാക്കി വന്നിട്ടെങ്കിൽ കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്. പിന്നെ ഇന്ന് കുറേ ഓണത്തിൻ്റെ വീഡിയോ വരാനുണ്ട് ഗൈസ്. ഇന്നലത്തെ രാത്രിത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. കുറേ സംഭവങ്ങളുണ്ട്, പണികൾ ഇങ്ങനെ കിടക്കുകയാണ് നീണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ഞാനിപ്പോൾ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുടിയൊന്നും ശരിയല്ല, ഞാനിപ്പോൾ കുളിച്ചിറങ്ങിയിട്ടുള്ളൂ. വീട്ടിൽ പോയിട്ട് ഫോട്ടോ എടുക്കാൻ നേരത്തെ നമുക്കതൊക്കെ ശരിയാക്കാം. നമ്മളങ്ങനെ അമ്പലത്തേക്ക് എത്തി ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ അമ്പലം. നമ്മളങ്ങനെ നമ്മുടെ അമ്പലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാമേ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. നമ്മുടെ പൂക്കളം ഇതുവരെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും. ഇതാണ് ഗൈസ് നമ്മുടെ പൂക്കളം. എങ്ങനെയുണ്ടെന്ന് പറയാൻ വേണ്ടി ആരും മറക്കണ്ട ഗൈസ്. നോക്കൂ, നല്ല ഭംഗിയായിട്ടിരിക്കുകയാണല്ലേ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 2 3. പിന്നെ നമ്മുടെ തൃക്കാരപ്പനോടെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഇന്നലത്തെ രാത്രിത്തെ വീഡിയോ ഇന്ന് വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും കാണാൻ വേണ്ടി മറക്കണ്ട. നോക്ക് ഗൈസ്, ലച്ചു വരുന്നുണ്ട്. ലച്ചുവിന് അമ്പലത്തിൽ വരാൻ പറ്റാത്തതാണ്. ലച്ചു കുളിച്ചിട്ടില്ല, നനച്ചിട്ടില്ല. അപ്പം നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലി, സാമ്പാർ, ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് ചായ എടുത്ത് വെച്ചിട്ടുള്ളൂ ഗൈസ്. ഇത് നമുക്ക് തിന്നണം. തിന്ന് കഴിഞ്ഞിട്ട് കുറേ പണികളുണ്ട്. അമ്മ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണിക്കാം. എന്നിട്ട് ഉണ്ടാക്കണമെന്ന് പറയും അമ്മ ഗൈസ്. ഈസ്റ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഓണസദ്യയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഫുഡൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. കുറേ സാധനങ്ങളുണ്ട്. ഫസ്റ്റിന് പഴമുണ്ട്, പിന്നെ കായ വറുത്തത്, ശർക്കര വരട്ടി, മോരുകറി ഉണ്ട്, പിന്നെ ഇതെന്തോ ഒരു കറി, എന്നിട്ട് എനിക്ക് തോന്നുന്നു മാങ്ങക്കറി, പിന്നെ അച്ചാർ, ഇഞ്ചമ്പുളി, ക്യാബേജ്, പയറുകൂട്ടാൻ, നല്ല മട്ടച്ചോറ്, പിന്നെ സാമ്പാർ, ഇത് മറ്റേ കുമ്പളങ്ങ, ഇതിൻ്റെ പേരെന്തായിരുന്നു? ലച്ചു. ഇതാണ് ഗൈസ് ലച്ചുവിൻ്റെ ഓണം ഔട്ട്ഫിറ്റ്. പിന്നെ ഇത് ഓലൻ, ഇത് പിന്നെ ഈസ്റ്റു, അവിയൽ, ഇതൊരു കിച്ചടിയാ, പച്ചടിയാ, എന്തോ സാധനം. പിന്നെ പപ്പടം ഉണ്ട്, പായസം ഉണ്ട് ഗൈസ്. അച്ഛൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം ഗൈസ്. ചെമ്പുളി ഇട്ടിട്ടുണ്ട്. അച്ഛനാണ് ഗൈസ് ചോറൊക്കെ വിളമ്പണത്. പിന്നെ അച്ചാർ, നാരങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ കേട്ടോ. പിന്നെ ഇതേ മോരുകറി, ഇടാണ് മോരുകറി, ക്യാബേജ്, പയർ കൂട്ടാൻ, അത് കുറച്ചും കൂടി കേട്ടോ. പിന്നെ ഈസ്റ്റു, അവിയൽ ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടി കേട്ടോ. അവിയൽ ഗൈസ്, മതി. പിന്നെ ഗൈസ് അമ്മയാണത് ഫുള്ള് ഉണ്ടാക്കുന്നത്. അതിലവരെ അമ്മയ്ക്ക് ഒരു കമൻറ്റ് ഇടണം. അതെ, ഓല എന്തേ വിളമ്പുന്നു ഗൈസ്. ഇതേ ഗൈസ് കിച്ചടി, പച്ചടി എന്നിട്ട് അമ്മ സാധനം പറയേ. ബീട്രൂട്ട് എന്നിട്ട് സാധനം, ബീട്രൂട്ട് പച്ചടിയാ, കിച്ചടിയാ. പിന്നെ ഇത് അത് മോര് കറി അല്ല സാ, അല്ല മാങ്ങക്കറി ഗൈസ്, മാങ്ങക്കറി ഗൈസ്. ചോറും വിളമ്പാണ് നമ്മൾ. നല്ല മട്ടച്ചോറാണ്. യെസ്. സാമ്പാർ നോക്കി സാമ്പാർ നമ്മൾ ഒഴിക്കുകയാണ്. പിന്നെ നമുക്ക് ഒരു പപ്പടം കൊണ്ട് എടുത്ത് വെച്ച് കൊടുക്കാം. കായ വെച്ചില്ല, കായ വറുത്തതും ശർക്കര വരട്ടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സദ്യയുടെ എല്ലാ സാധനങ്ങളും റെഡി ആയി. അത് അച്ഛനെല്ലാം ഇട്ട് കഴിക്കും. പഴമുണ്ട് ഗൈസ്, അത് വയ്ക്കാൻ മറന്നുപോയി. പഴം പഴുത്തിട്ടില്ല തോന്നുന്നുണ്ട്. പായസം അവസാനം വയ്ക്കും ഗൈസ്, പായസം. അങ്ങനെ അത് എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. അച്ഛൻ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കറികളൊക്കെ. സോ അമ്മക്ക് സന്തോഷമായി. അതെ, അമ്മ ഇങ്ങോട്ട് നോക്കൊന്ന് ഇല്ല വെച്ച് കഴിക്കും. ഒന്നും വല്ല കാലത്ത് കഴിക്കും. ഭയങ്കര എക്സ്പ്രഷൻസ്. ഞാൻ കഴിക്കാൻ പോണ ഗൈസ്, ഞാൻ അതുവരെ കഴിച്ചില്ല. ഇത് ചോറിക്ക് കുറച്ച് അവിയലെടുത്ത് വയ്ക്കാം, ക്യാബേജ് എടുത്ത് വയ്ക്കാം, ഇതെടുത്ത് വയ്ക്കാം, കുറച്ച് ഈ മാങ്ങാക്കറി എടുത്ത് വയ്ക്കണം. പിന്നെ കുറച്ച് ഈ കായവയറെടുത്ത് വയ്ക്കാം, ഈസ്റ്റും, മോരുകറി, ഇഞ്ചി, കുറച്ച് അച്ചാർ. ഇതിങ്ങനെ അങ്ങോട്ട് കുഴയ്ക്കണം. നമ്മൾ ക്ലിയർ ആവണ്ട്.
കുഴച്ചെടുക്കണം. മൊത്തത്തിൽ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ ഒരു പപ്പടത്തിൻ്റെ ഒരു പീസ് എടുക്കുക, വയ്ക്കുക, അത് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നമുക്കിനി തിന്നാം ഗൈസ്. തിന്നൊക്കെ കാണാം ഗൈസ്. അങ്ങനെ എല്ലാവരും പായസം കുടിച്ച് കിറങ്ങി എല്ലാവരും ഉറങ്ങാൻ കിടക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ഓണത്തിൻ്റെ രാവിലത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത് നമ്മൾ അമ്മമ്മയോടെ പോയിട്ടുള്ള അടുത്ത് നമ്മൾ കുറേ ഗെയിംസൊക്കെ ആയിട്ട് ഒരു അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അത് കാണാൻ വേണ്ടി ആരും മറക്കണ്ട. അപ്പോൾ ഒരു അടുത്ത വീട്ടിലും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.